ആപ്കി അദാലത്തിൽ യൂണിയൻ മിനിസ്റ്റർ സുനിൽ ദത്തിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം രാഷ്ട്രീയത്തിന് അനുയോജ്യനായ വ്യക്തി അല്ല എന്നുള്ളതാണ്. ദസാർ, ജനങ്ങൾ പറയുന്നത് താങ്കൾ നല്ലവനാണ്, സത്യസന്ധനാണ്, കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു. താങ്കൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വന്നത്? രാഷ്ട്രീയം എന്ന് പറയുന്നത് നല്ല കുടുംബത്തിലുള്ള വ്യക്തികൾ ചെയ്യുന്നതല്ലെന്ന് പറയുന്നു. നിങ്ങളുടെ കുറ്റാരോപണം ശരിയാണ്. പക്ഷേ ഞാനിതിന് തീർച്ചയായിട്ടും ഉത്തരം പറയണോ? തീർച്ചയായും ഉത്തരം പറയണം. ഞാൻ മറ്റൊരാളുടെ പദവി തട്ടിപ്പറിക്കാൻ വേണ്ടി ഒന്നും വന്നതല്ല. മറ്റുള്ളവരെ കുറ്റം പറയാനും വന്നതല്ല. ഞാൻ 5 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. എപ്പോഴും എൻ്റെ പ്രതിപക്ഷത്തെ ഞാൻ തരം താഴ്ത്തി സംസാരിച്ചിട്ടില്ല. അതായത് പദയാത്ര നടത്തുന്നവരെല്ലാവരും പദവിക്ക് വേണ്ടി മാത്രമാണ് അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ താങ്കൾ പദയാത്ര പോന്നു, പക്ഷേ പദവി അങ്ങനെ തന്നെയുണ്ട്. അല്ല, ഞാൻ പദവിക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നതല്ല. ഞാൻ സമൂഹ സേവനം ചെയ്യാൻ വേണ്ടി വന്നതാണ്. കാരണം ഡെമോക്രസിയിൽ. പക്ഷേ ദസാർ, ഇപ്പൊ താങ്കൾക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയില്ലേ? കേന്ദ്ര സർക്കാരിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ 20 വർഷങ്ങൾക്ക് ശേഷം. 20 വർഷമായിട്ട് ഇരുന്നിട്ടും താങ്കൾക്ക് ദേഷ്യമൊന്നും വരുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ താങ്കൾ കൃത്യമായി അനുയോജ്യനല്ല. അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അതായത് എനിക്ക് ഡോക്ടറാകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഒന്നും വിജയിക്കില്ല. മുംബൈയിൽ കലാപം നടക്കുന്ന സമയത്ത് താങ്കൾ മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരുന്നു. കേന്ദ്രത്തിലും താങ്കളുടെ സർക്കാരായിരുന്നു, സംസ്ഥാനത്തും താങ്കളുടെ സർക്കാരായിരുന്നു. താങ്കൾ സ്ഥാനം രാജിവെച്ചു. അതെ, രാജിവെച്ചു. പദവി കളഞ്ഞു വന്നു. കാരണം തെറ്റ് സംഭവിച്ചു. 15 ദിവസങ്ങളായി കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. കർഫ്യൂ അനൗൺസ് ചെയ്തു. ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലോ ആൻഡ് ഓർഡർ ശരിയല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റ് ഉണ്ടായിട്ട് എന്താ കാര്യം? അതുകൊണ്ട് റിസൈൻ ചെയ്തു. അതിനുശേഷം 1985-ൽ സ്ലം ഡോളേഴ്സ് അപേക്ഷ നൽകിയപ്പോ സർക്കാർ താങ്കൾ പറഞ്ഞത് കേട്ടില്ല. താങ്കളുടെ സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. താങ്കൾ അതിനെതിരായിട്ട് പോരാട്ടങ്ങൾ നടത്തി. അതെ, തീർച്ചയായിട്ടും. എന്തുകൊണ്ട് ചെയ്തുകൂടാ? എന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ജനങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി നമ്മൾ പോരാടണം. ഡെമോക്രസിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ജോലി ചെയ്യണം. എന്റെ സർക്കാർ അതിൽ തെറ്റ് ചെയ്യുന്നുവെങ്കിൽ അത് സ്വീകരിക്കുക എന്നത് എന്നെ സംബന്ധിച്ച് പ്രയാസമാണ്. സർക്കാർ തെറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ അത് ഞാൻ അവരോട് പറയണം. ഇവിടെ തെറ്റ് സംഭവിക്കുന്നു, അത് ജനങ്ങൾക്ക് നല്ലതല്ല എന്ന് പറയണം. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ജനങ്ങളുടെ നല്ലതിനു വേണ്ടി. പാർട്ടിയെ എതിർത്ത് സംസാരിക്കുമ്പോൾ അവർ രാഷ്ട്രീയത്തിൽ അൺഫിറ്റ് എന്നാണ് പറയാറുള്ളത്. പാർട്ടി എന്ന് പറയുന്നത് വേറെയാണ്. പാർട്ടിയെ ജനങ്ങളെയല്ലേ സൃഷ്ടിക്കുന്നത്. ആ പാർട്ടി താങ്കൾക്ക് MP പദവി നൽകി, സീറ്റ് നൽകി. പാർട്ടി എനിക്ക് സീറ്റ് നൽകിയെന്നിരിക്കാം. പക്ഷേ ഇവരല്ലേ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്, ഈ ജനങ്ങൾ. ഞാൻ ഇവരെ ശ്രദ്ധിക്കാതെ, ഇവരുടെ പ്രശ്നങ്ങൾ നോക്കാതെ ഞാൻ സീറ്റ് വാങ്ങിച്ചുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഞാൻ വിശദമായി പറയും. അതായത് എനിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മത്സരിക്കാൻ ഞാൻ അർഹനല്ല. എനിക്ക് സീറ്റ് വേണ്ട. ഞാൻ ഇതേ പറയൂ. ആ രാഷ്ട്രീയത്തിൽ താങ്കൾ സത്യസന്ധനായിട്ട് ഇരുന്നത് കൊണ്ടാണ് 15 മാസം താങ്കളുടെ മകൻ ജയിലിലിരിക്കേണ്ടി വന്നത്. ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. ഞാനത് ആരോടും കൊട്ടിഘോഷിച്ച് പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. ആ വേദന ഞാൻ സ്വയം സഹിച്ചു. അവനങ്ങനെ ചെയ്തു, പക്ഷേ എനിക്കങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. അതായത് ഞാൻ പാർട്ടീഷന് ശേഷം റോഡുകളിൽ പോരാടിക്കൊണ്ടിരുന്ന ജനങ്ങളെ എനിക്ക് പറഞ്ഞയക്കാൻ പറ്റുമെങ്കിൽ ഇതും ഞാൻ സഹിച്ചല്ലേ പറ്റൂ. അതായത് എൻ്റെ മകൻ 1.5 വർഷം ജയിലിൽ കഴിഞ്ഞു. എനിക്കവനോട് ഇതുമാത്രമേ പറയാൻ കഴിഞ്ഞുള്ളൂ: നീ എൻ്റെ മകനാണ്, എന്താണെങ്കിലും ഫേസ് ചെയ്യൂന്ന് പറഞ്ഞു. അവനും അങ്ങനെ ചെയ്തു. എനിക്ക് യഥാർത്ഥത്തിൽ സന്തോഷം തോന്നുന്നു. ഇപ്പോഴും അവൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവന് അത്രയും ടെൻഷൻ ഉണ്ടായിരുന്ന സമയത്ത് പോലും അവൻ സ്വയം ഒരു സ്ഥാനം സൃഷ്ടിച്ചു ആസ് എൻ ആക്ടർ. അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ടെൻഷനായിരിക്കുമ്പോൾ, നമ്മുടെ തലയിൽ ഒരു ഭാരമുള്ളപ്പോൾ ആ വ്യക്തി ക്യാമറയുടെ മുൻപിൽ വന്ന് അഭിനയിക്കുക പ്രയാസമുള്ള കാര്യമാണ്. അതായത് സഞ്ജയ് ദത്ത് മൗറീഷ്യസിൽ എവിടെയോ ഷൂട്ടിങ്ങിലുള്ള സമയത്ത് അദ്ദേഹത്തെ താങ്കൾ ഇവിടേക്ക് വിളിച്ചിരിക്കുന്നു. അതെ, വിളിച്ചു. നീ ഉടൻ തന്നെ പുറപ്പെട്ടു വരണമെന്ന് പറഞ്ഞു. അവനും വന്നു. അവൻ ഗിൽറ്റിയായി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ വരില്ലായിരുന്നു. ഇവിടെ ചിലർ വിദേശത്തേക്ക് വർഷങ്ങളായി പോയി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നീ വാന്നു പറഞ്ഞു, അവനും വന്നു. അദ്ദേഹം വന്ന ഉടനെ തന്നെ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഏതോ ഒരു തീവ്രവാദി അറസ്റ്റ് ചെയ്യുന്ന പോലായിരുന്നു അവിടെ സംഭവിച്ചത്. അതെ, സത്യമാണ്. അങ്ങനെയാണ് ചെയ്തത്. അവരങ്ങനെയാണ് ചെയ്തത്. അദ്ദേഹത്തോട് വരാൻ പറഞ്ഞ് താങ്കൾ തെറ്റ് ചെയ്തതായിട്ട് താങ്കൾ തോന്നി? നോ, ഞാൻ എന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. എന്റെ സിൻസിയറിറ്റിയാണത്. നമ്മൾ സിൻസിയർ ആയിട്ടുള്ളവരാണ്. നീ പുറപ്പെട്ടു വാന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു വന്ന് ഞങ്ങൾ സിൻസിയർ ആയതുകൊണ്ട് അവനെ ട്രീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവരുടേതാണ്. പറയുന്നത് മനസ്സിലാവും. താങ്കളുടെ പാർട്ടിയുടെ സർക്കാരായിരുന്നു, താങ്കളുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. അതെ, ആ വിഷയം എനിക്കറിയാം. അത് ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ നോക്കുകയാണെങ്കിൽ ഒരു നല്ല കവിതയുണ്ട്. सुबह सर बन के क्यों पूछें कि हमसे सरगरां क्यों? ഞങ്ങളാണ്, അവരാണ്.
അവർക്ക് വേണ്ടി ഞങ്ങൾ എന്തിനു മാറണം? ഞങ്ങൾ ആദ്യമേ ഒരു പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിൽ നിന്നും എന്തിനു മാറണം? താങ്കൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ശരത് പവാർ തന്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സഞ്ജയ് ദത്തിന്റെ മേൽ കേസിട്ടെന്ന്, അതായത് ജയിലിൽ അയക്കാൻ വേണ്ടി. ഇപ്പൊ അവരുടെ പാർട്ടിയോടൊപ്പം താങ്കളുടെ പാർട്ടിയും ചേർന്ന് ഇലക്ഷനിൽ നിൽക്കുമ്പോൾ താങ്കൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ലേ? ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും ശരത് പവാർ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. അത് ജനങ്ങൾ പറഞ്ഞു കാണും. എന്റെ വായിന്ന് അങ്ങനെ ഒരു വാക്ക് വരില്ല, കാരണം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. അപ്പൊ എന്റെ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, എനിക്കറിയായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ചെയ്ത അത് സർക്കാരിന് ഇഷ്ടമാവില്ല എന്നറിയായിരുന്നു. എന്നിട്ടും ചെയ്തു. നമ്മുടെ പാത നമ്മൾ എന്തിനു മാറ്റണം? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് ഇദ്ദേഹമാണ് അത് ചെയ്തത്, അതുകൊണ്ട് അത് സംഭവിച്ചു. ആരെന്ത് ചെയ്യുന്നുവോ അവരവരുടെ ജോലി നോക്കുന്നു. ആസ് എ ഫാദർ ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു. ഇപ്പോൾ നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കുന്നു എങ്കിൽ ആസ് എ ഫാദർ ഞാൻ ചെയ്ത കാര്യം ശരിയാണോ ഇല്ലയോ എന്ന് അതിനു വേണമെങ്കിൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റും. അവരെക്കുറിച്ച് ഞാൻ എന്തിനു ഒരു കാര്യം ചോദിക്കുകയാണ്, ആസ് എ പൊളിറ്റീഷ്യനായിട്ട് താങ്കൾ താങ്കളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുവെച്ചാ? ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡർ ഉണ്ടെങ്കിൽ അവരുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രി, അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർ ആരെങ്കിലും ഇതുപോലൊരു കേസ് വരുന്ന സമയത്ത് പാർട്ടിയെ എതിർത്ത് പോരാട്ടം നടത്തുവോ അതോ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുമോ? എന്തിന്? സഞ്ജുവിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ എന്റെ മകന് അപ്പോ കോൺഗ്രസ് സർക്കാരാ ഉണ്ടായിരുന്നത്. വ്യക്തികളല്ല പ്രധാനം, പാർട്ടിയുടെ ആദർശങ്ങളാണ്. അപ്പൊ ഞാൻ കോൺഗ്രസ് വിട്ട് വന്നില്ലല്ലോ. അപ്പൊ ഞാൻ കോൺഗ്രസ് വിട്ട് വരണമായിരുന്നു അല്ലേ? ഞാൻ കോൺഗ്രസിൽ ഒരു വ്യക്തി പോലുമില്ല. കോൺഗ്രസിന്റെ ആദർശത്തോടു കൂടിയാണ് ഞാനുള്ളത്. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്നാണ് പറയുന്നത്? കേസ് ഇട്ടു, അതുപോലെ ജയിലിലേക്ക് അയച്ചു, ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ആ ഉത്തരവാദിത്വം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ വിധിയെന്ന് മാത്രമേ പറയൂ. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കണമെന്നുണ്ട്, അതുപോലെ അത് സംഭവിച്ചു. സംഭവിക്കാൻ പോകുന്ന കാര്യം ആരെക്കൊണ്ട് തടയാൻ പറ്റും? ഇങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആർക്കത് തടയാൻ പറ്റും? എന്റെ വിധിയിൽ അത് എഴുതിയിട്ടുണ്ട്. നീ ഇതൊക്കെ ഫേസ് ചെയ്യണം, നിന്റെ മകൻ ജയിലിലേക്ക് പോകും, അതും നീ അനുഭവിക്കണം. എല്ലാം ഞാൻ സഹിച്ചു. ഞാൻ ആരെയും കുറ്റം പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്താ ലഭിക്കുക? പറയൂ. അതായത് ജനങ്ങളെങ്കിലും സത്യം എന്താണെന്ന് മനസ്സിലാക്കും. ജനങ്ങൾക്ക് അതറിയും. ഇടക്കിടക്ക് അവരോട് പറയേണ്ട കാര്യമില്ല. അവർക്ക് എന്നെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. എന്റെ ഭാര്യയ്ക്ക് ഈ രാജ്യത്തോട് എത്ര സ്നേഹമുണ്ട്, ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതത്തിൽ വെറും പൂക്കൾ മാത്രമേ ഉള്ളൂ, മുള്ളുകളില്ലാന്ന് വിചാരിച്ചു. പെട്ടെന്ന് മുള്ളുകൾ വന്നപ്പോൾ നടക്കാൻ പ്രയാസമുണ്ട്. പക്ഷേ താങ്കളുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ വേറെ ആരുടെയും ജീവിതത്തിൽ സംഭവിച്ചു കാണില്ല. അതെ, അതും സത്യം തന്നെ. പക്ഷെ അതിനൊരു കവിതയുണ്ട്. कि कांटों से भी निभा किए जा रहा हूं मैं, है नहीं? എല്ലാം ഫേസ് ചെയ്തല്ലേ പറ്റൂ.